قلبي دوما يغمرني من فيض ضياء. آيات المولى تدفعني نحو العليا، والكون الواسع في صدري أحضنه أرضا وسماء. يا ربي قد نلت منايا وبختم كتابك. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ബഹുമാനാദരവുകൾ നിറഞ്ഞ സഹോദര സഹോദരിമാരെ, അൽഹംദുലില്ലാഹ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ കാഫിറൂനയാണ്. സൂറത്തുൽ കാഫിറൂൻ മക്കിയ ആണ് എന്ന് പറഞ്ഞാൽ ഹിജറയുടെ മുമ്പ് അവതരിച്ച സൂറകളിൽപ്പെട്ടതാണ്. ഈ സൂറയുടെ പൊതുവായിട്ടുള്ള സ്വഭാവം തൗഹീദ് സ്ഥാപിക്കുക എന്നത് തന്നെയാണ്. മക്കിയായ എല്ലാ സൂറകളുടെയും പൊതുവായ സ്വഭാവം അതാണല്ലോ. ഹിജറക്ക് മുമ്പ് അവതരിച്ച സൂറകളുടെയൊക്കെ പൊതു സ്വഭാവം അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ തൗഹീദ്, അള്ളാഹുവിനെ കുറിച്ചുള്ള വിവരണങ്ങൾ, ഇതായിരിക്കും ആ സൂറകളിൽ, അത്തരം സൂറകളിൽ ധാരാളമായി കണ്ടുവരിക. ആ ഒരു സ്വഭാവം ഈ സൂറയിലും ഉണ്ട്. ഈ സൂറ അവതരിച്ചത് സൂറത്തുൽ മാഊനിന് ശേഷമാണ്, സൂറത്തുൽ ഫീലിന് മുമ്പും. അവതരണക്രമത്തിൽ ഇത് 18ാമത്തെ സൂറയാണ്. മുസ്ഹഫുകളിലെ സൂറത്തുകളുടെ ക്രമത്തിൽ 109ാമത്തെ സൂറയും ആണ്. 6 ആയത്തുകളാണ് ഈ സൂറയിലുള്ളത്. ഇതിന് വേറെയും ചില പേരുകളുണ്ട്. സൂറത്തുദ്ദീൻ എന്ന് പേരുണ്ട്, സൂറത്തുൽ ഇബാദ എന്ന് പേരുണ്ട്. ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞിട്ടാണ് ഇത് അവസാനിക്കുന്നത്. അപ്പോൾ സൂറത്തുദ്ദീൻ എന്നൊരു പേര് ഇതിനുണ്ട്. പിന്നെ സൂറത്തുൽ ഇബാദ, ലാ അബ്ദു മാ തഅബ്ദൂന വലാ അൻതും ആബിദൂന മാ അഅബ്ദു എന്ന് പറഞ്ഞ് ഇബാദത്ത് എന്ന പദം ഒരുപാട് ഉപയോഗിച്ച ഒരു സൂറ കൂടിയാണ്, ആരാധന എന്നർത്ഥം വരുന്ന. അപ്പോൾ ഇബാദ എന്ന പേരും ഈ സൂറക്കുണ്ട്. ഈ സൂറയുടെ പ്രത്യേകതകളെ സംബന്ധിച്ച് നിരവധി ഹദീസുകൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് ഹദീസിലുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, ഖുൽ ഹുവല്ലാഹു അഹദ് തഅദിലു സുലുസുൽ ഖുർആൻ. ഖുൽ ഹുവല്ലാഹു അഹദ് ഖുർആനിന്റെ 3/1 തുല്യമാണ്, നമ്മൾ മുമ്പ് പഠിച്ചതുപോലെ. എന്നിട്ട് തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, വഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ തഅദിലു റുബഅൽ ഖുർആൻ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഖുർആന്റെ 4/1 തുല്യമാണ്. അപ്പോൾ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതിയാൽ ഖുർആന്റെ 4/1 ഭാഗം ഓതിയ പ്രതിഫലം ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറയെ ഫജ്റിന്റെ സുബ്ഹിയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിൽ പതിവായി ഓതാറുണ്ടായിരുന്നു എന്നും ഹദീസുകളിൽ കാണാം. മാത്രമല്ല, നമ്മളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഈ സൂറ ഓതണം. അത് നമ്മൾ പതിവാക്കിയിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ, ഇത് കേട്ടത് മുതൽ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതിയിട്ട് ഉറങ്ങാൻ പാടുള്ളൂ. വളരെ പുണ്യമുള്ള ഒരു സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യവുമാണ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതിയിട്ട് നീ ഉറങ്ങണം. ഫഇന്നഹാ ബറാഅത്തും മിനശ്ശിർക്കി, അത് ശിർക്കിൽ നിന്ന് ഒഴിവായ ഒരു സൂറയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളത് ഓതിയാൽ നമ്മൾ ശിർക്കിൽ നിന്ന് പരിപൂർണമായി ഒഴിവായ ആളുകളാണ്. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന, മറ്റു ഒരു നിലക്കും അള്ളാഹുമായി പങ്കു ചേർക്കാത്ത നല്ല കറകളഞ്ഞ തൗഹീദിന്റെ ആളുകളായി എന്ന് ചുരുക്കം. അപ്പോൾ അതിൻ്റെ ഒരു ശിർക്കിൽ നിന്ന് ഒഴിവാകാനുള്ള ഒരു വഴി കൂടിയാണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂന്റെ പാരായണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നമ്മളിത് പതിവാക്കണം, പതിവാക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ. അതുപോലെ സുബഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിലും മഗ്‌രിബ് നിസ്കാരത്തിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 2 സൂറകളും ധാരാളം ഓതിയിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. ഏത് 2 സൂറകളും? ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും ഖുൽ ഹുവല്ലാഹു അഹദും. 1ാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂന, 2ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദും. ഇമാം തുർമുദി, നസായി റഹിമഹുമുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ ഇങ്ങനെ കാണാം. അതുപോലെ ഈ സൂറ ഓതി നിസ്കരിച്ച ഒരാളുടെ പരിസരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു. ഇയാൾ അങ്ങനെ ഓതുന്നത് കേൾക്കുകയാണ്. അപ്പോൾ 1ാമത്തെ റക്അത്തിൽ ഇയാൾ സുന്നത്ത് നിസ്കാരം, സുബഹിയുടെ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുകയാണ്. അപ്പോൾ 1ാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതി ഇയാൾ. അപ്പോൾ ഓതി കഴിഞ്ഞപ്പോൾ ഇത് കേട്ട തങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിസരത്ത് നിന്ന് പറഞ്ഞു, ഹാദാ അബ്ദുൻ ആമന ബിറബ്ബിഹി,
ഇയാൾ ഈ സൂറയിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നല്ല ഓതിയത്, ഇയാൾ അള്ളാഹുവിൽ ശരിയായി വിശ്വസിച്ച ഒരു അടിമയാണ് എന്ന് പറഞ്ഞു എന്നാണ്. അപ്പൊ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതിയപ്പോൾ അത് അതിനെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞതാണ്. ഹാദാ അബ്ദുൻ ആമന ബിറബ്ബിഹി, ഇയാൾ കണ്ടോ റബ്ബിൽ വിശ്വസിച്ച ശരിയായ ഒരു അടിമയാണ്. അപ്പോൾ ശരിക്കും ഈമാനിന്റെ പ്രകടമായ ഒരു അടയാളമാണ് ആ സൂറ ഓതുന്നത് എന്നർത്ഥം. പിന്നെ അദ്ദേഹം അതേ നിസ്കാരത്തിന്റെ തന്നെ രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു ഓതിയപ്പോൾ അതും തങ്ങൾ കേട്ടു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കഴിഞ്ഞപ്പോൾ അടുത്തുള്ള ആളുകളോട് പറഞ്ഞു, ഹാദാ അബ്ദുൻ അറഫ റബ്ബഹു, ഇയാള് അള്ളാഹുവിനെ മനസ്സിലാക്കിയ അടിമയാണ്. കാരണം ഖുൽ ഹുവല്ലാഹു അഹദ് നമ്മൾ മുമ്പ് പഠിച്ചതുപോലെ എന്താ ഉള്ളത്? അള്ളാഹുവിനെ കുറിച്ചുള്ള വിശേഷണങ്ങളാണ്. അള്ളാഹു ഇങ്ങനെയാണ്, അള്ളാഹു അഹദാണ്, അള്ളാഹു സമദാണ്, അല്ലേ? ഇങ്ങനെ പറഞ്ഞു പോയിട്ട് അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന സൂറയാണ് സൂറത്തുൽ ഇഖ്ലാസ്. അപ്പൊ അത് ഓതിക്കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ കുറിച്ച് പറഞ്ഞു, ഹാദാ അബ്ദുൻ അറഫ റബ്ബഹു, ഇയാൾ റബ്ബിനെ ശരിക്കും മനസ്സിലാക്കിയ ഒരു അടിമയാണ്. അപ്പോൾ ഈ രണ്ട് നിസ്കാരങ്ങൾ, സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിലും മഗ്രിബിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറയും ഖുൽ ഹുവല്ലാഹു അഹദും പതിവായി ഓതാറുണ്ടായിരുന്നു. നമ്മളും ഇൻഷാ അല്ലാഹ് നമ്മുടെ സുന്നത്ത് നിസ്കാരങ്ങളിൽ അത് പതിവായി കൊണ്ടു നടക്കണം. റവാത്തിബ് സുന്നത്തുകളൊക്കെ പ്രത്യേകിച്ച് നന്നായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയും കൂടെ വേണം. അതുകൂടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് പ്രതിഫലങ്ങളുള്ളതാണ് റവാത്തിബ് സുന്നത്തുകൾ. അതിലേറ്റവും പ്രത്യേകമായി സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് എന്ന് പറഞ്ഞാൽ ദുന്യാവും അതിലുള്ളതും സകലതും ലഭിക്കുന്നതിനേക്കാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഖൈറാണ് ഈ 2 റക്അത്ത് എന്ന ഹദീസുകളിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മുതലാളി ആരാണ് എന്ന് ചോദിച്ചാൽ സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് കൃത്യമായി നിസ്കരിച്ച ആളാണ് എന്ന് ഹദീസുകളിൽ കാണാം. ദുന്യാവും അതിലുള്ളത് മുഴുവൻ ലഭിക്കുന്നതിനേക്കാൾ ഖൈറാണ് സുബഹിയുടെ റക്അത്തുൽ ഫജ്രി എന്ന് പറഞ്ഞാൽ സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. അപ്പോൾ ഒരിക്കലും നമ്മൾ എന്താക്കരുത്, നമ്മൾ ആരും ഇതറിഞ്ഞത് മുതൽ അത് ഒഴിവാക്കാൻ പാടില്ല. ഇൻഷാ അള്ളാഹ് അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നത്. അങ്ങനെയാണ്. ആ ഒരു കൂലി, അത്രയും വലിയ കൂലി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് കിട്ടാതെ പോകാമെന്ന് പറഞ്ഞാൽ ഇത്രമാത്രം സങ്കടകരമാണ് നമ്മുടെ കാര്യം. അപ്പോൾ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. അതുപോലെ തന്നെ റവാത്തിബ് സുന്നത്തുകളൊക്കെ കൃത്യമായി ളുഹറിന് മുമ്പും ശേഷവും അസ്റിൻ്റെ മുമ്പും മഗ്രിബിന് ശേഷവും ഇശാഇൻ്റെ ശേഷവും ഒക്കെ ഉള്ള വളരെ കൃത്യമായി കൊണ്ടു നടക്കാൻ ശ്രമിക്കുക. അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. ആമീൻ. അതുപോലെ വിത്റിലെ 2ാമത്തെ റക്അത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറ ഓതാറുണ്ടായിരുന്നു. വിത്ർ 3 റക്അത്ത് നിസ്കരിക്കുമ്പോൾ 1ാമത്തെ റക്അത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സബ്ബിഹിസ്മ റബ്ബിക്കൽ അലയും, 2ാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും, 3ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദും ഓതാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും നമ്മുടെ വിത്ർ നിസ്കാരങ്ങളിൽ ഇത് പതിവാക്കുക ഇൻഷാ അല്ലാഹു തആല. ആദ്യം സബ്ബിഹിസ്മ റബ്ബിക്കൽ അല, 2ാമത്തേത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, പിന്നെ ഖുൽ ഹുവല്ലാഹു അഹദ്. വിത്ർ നിസ്കാരവും നേരത്തെ പറഞ്ഞതുപോലെ മുടങ്ങാതെ കൊണ്ടു നടക്കേണ്ട വിഷയമാണ്. അതൊക്കെ ചില മഹ്ലൂലിയങ്ങളായ ആളുകൾക്ക് കഴിയുന്ന എന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധിക്കാതെ അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, സൗകര്യം ഉണ്ടാകുമ്പോൾ നിസ്കരിക്കുക, അതല്ലെങ്കിൽ ആണ് നഷ്ടപ്പെട്ടിട്ട് വലിയ വിഷയമൊന്നുമല്ല, ഇങ്ങനെ നവർമെന്റ് ചെയ്യുന്ന ഒരാളുകൾ അത് ഒരു നല്ല ലക്ഷണം അല്ല എന്നാണ്. അല്ലാഹു തആല അത് ചെയ്യാൻ ശരിക്കും നമുക്ക് അവസരം തന്നാൽ ഖൈറിലേക്ക് നമ്മളെ വഴി നടത്തുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ നമ്മളതിന് അവസരം ഉണ്ടാക്കണം. വിത്രൊന്നും ഒരിക്കലും മുടങ്ങരുത്. ഇശാ നിസ്കാരത്തിന് ശേഷം ഉറങ്ങാൻ സുബഹിയുടെ മുമ്പ് എഴുന്നേൽക്കൂല എന്ന് ഉറപ്പുള്ള ആളുകളാണെങ്കിൽ ഇശാ നിസ്കാരത്തിന് ശേഷം അവർക്ക് വിത്ര നിസ്കരിച്ചിട്ട് ഉറങ്ങാം. അതല്ലെങ്കിൽ സുബഹിയുടെ മുമ്പ് ഒന്ന് എഴുന്നേൽക്കും എന്ന് ഉറപ്പുള്ള, തഹജ്ജുദിനൊക്കെ എഴുന്നേൽക്കുമെന്ന് ഉറപ്പുള്ള എഴുന്നേൽക്കുന്ന ആളുകളാണെങ്കിൽ ഏറ്റവും നല്ലത് സുബഹിയുടെ മുമ്പ് വിത്തർ നിസ്കരിക്കലാണ്. തഹജ്ജുദിന് ശേഷം ഒരു രാത്രിയിലെ അവസാനത്തെ നിസ്കാരം നിങ്ങൾ വിത്റാക്കണം എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അതാണ് ഖൈർ, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ സുബഹയുടെ മുമ്പ് നമ്മൾ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന കൂട്ടത്തിൽ തഹജ്ജുദ് ആദ്യം നിസ്കരിച്ച് അതിന് ശേഷം എന്ത് ചെയ്യുക, 3 റക്അത്ത് വിത്ര കൂടെ നിസ്കരിച്ചാൽ അൽഹംദുലില്ലാഹ് രാത്രിയുടെ അവസാനം നമ്മൾ നിസ്കരിക്കുന്നത് വിത്റുമായി ആ പറയപ്പെട്ട പരിപൂർണ സുന്നത്തായി നമുക്ക് ലഭിക്കുകയും ചെയ്തു. കാര്യങ്ങളൊക്കെ റാഹത്താവുകയും ചെയ്തു. എന്തായാലും അത് ഒരിക്കലും ഒഴിവാക്കരുത്. ആ വിത്റിന്റെ റക്അത്തുകളിലും നമ്മൾക്ക് ഓതാനുള്ള ഒരു സൂറയാണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ 2ാമത്തെ റക്അത്തിൽ. അല്ലാഹു തആല നമ്മളെ സഹായിക്കട്ടെ. ആമീൻ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറയുടെ പ്രമേയം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കറകളഞ്ഞ തൗഹീദ് സ്ഥാപിക്കുക, കലർപ്പില്ലാത്ത തൗഹീദ് പ്രബോധനം ചെയ്യാനാണ്, അത് പ്രചരിപ്പിക്കാനാണ്, ശിർക്കിനെ തുടച്ചു മാറ്റാനാണ് അല്ലാഹു തആല പ്രവാചകന്മാരെ അയച്ചുകൊണ്ടിരുന്നത്. ഇതാണ് മെയിനായിട്ടുള്ള ലക്ഷ്യം.
അപ്പോൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന തൗഹീദും ബഹുദൈവാരാധന എന്ന ശിർക്കും തമ്മിൽ ഒരു നിലക്കും ഒത്തുപോകാൻ പാടില്ല, ഒരു സന്ധി പോലും അവിടെ ഉണ്ടാവാൻ സാധ്യമല്ല എന്ന് കൃത്യമായി അള്ളാഹു തആല പ്രഖ്യാപിക്കുകയാണ് ഈ സൂറയിലൂടെ. ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുക, അതാണ് തൗഹീദ്. ആ അള്ളാഹുവിനെ പങ്കാളികളെ കൂട്ടുകാരെ ഉണ്ടാക്കി പങ്കാളികളെ ഉണ്ടാക്കി ബഹുദൈവാരാധന നടത്തുക, അതാണ് ശിർക്ക്. ഇത് രണ്ടും കൂടെ ഒരു നിലക്കും ഒത്തുപോകാൻ കഴിയില്ല, ഒരു സന്ധിയും പാടില്ല എന്ന് അറുത്തു മുറിച്ച് പറയുന്ന ഒരു സൂറയാണ് സൂറത്തുൽ കാഫിറൂൻ. ഇത് ഇറങ്ങാനുണ്ടായ കാരണം ഹദീസുകളിൽ കാണാം. ഒരു രസാവഹമായ ഒരു ഒത്തുതീർപ്പ് കരാറുമായി മുശ്രിക്കീങ്ങളിലെ പ്രമുഖരായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിക്കുകയാണ്. അതിൽ വലീദ് ബിൻ മുഗീറ ഉണ്ട്, ആസ് ബിൻ വായിൽ ഉണ്ട്, അസ്വദ് ബിൻ അബ്ദുൽ മുത്തലിബ് ഉണ്ട്, ഉമയ്യത്ത് ബിൻ ഖലഫ് ഉണ്ട്. ഇങ്ങനെ തുടങ്ങിയ കുറച്ച് പ്രമുഖരായ ആളുകൾ വളരെ രസമുള്ള, കേട്ടാൽ ചിരി വരുന്ന ഒരു ഒത്തുതീർപ്പ് കരാറുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ സമീപിക്കുകയാണ്. അതൊന്നുമല്ല, ഇവർ വന്നിട്ട് പറഞ്ഞു, ഇതിപ്പം തന്നെ തങ്ങള് ദീനി ദഅവത്ത് തുടങ്ങിയതിന് ശേഷം ആകെ പ്രശ്നമായല്ലോ, അവരാകെ അസ്വസ്ഥരായി, അവരുടെ കുറെ ആളുകൾ ഇങ്ങോട്ട് പോരാൻ തുടങ്ങി, അവര് ദൈവങ്ങളൊക്കെ ആക്ഷേപിക്കാനും തള്ളിപ്പറയാനൊക്കെ തുടങ്ങി. ഇങ്ങനെയൊക്കെ ആയപ്പോൾ അവർക്ക് ഭയങ്കര ഒരു പ്രശ്നമായി, സങ്കടമായി. അപ്പൊ ആകെ അവരെങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒതുങ്ങിക്കിട്ടാൻ, ഇതൊന്ന് ഒരു രമ്യമായി പരിഹരിക്കാനുള്ള വഴികൾ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ആദ്യം ആ ശ്രമമാണ് നടത്തിയത്, പിന്നെയാണ് ബുദ്ധിമുട്ടിക്കലും കൊല്ലാനുള്ള ശ്രമമൊക്കെ പിന്നെ നടന്നത്. അപ്പോൾ ആദ്യം ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് പറഞ്ഞു, എന്തായാലും ഒന്ന് സംസാരിച്ചു നോക്കുക, തീരുമാനമാകുകയാണെങ്കിൽ രമ്യമായി പരിഹരിക്കാൻ കഴിയുകയാണെങ്കിൽ അത് തന്നെയാണ് നല്ലത് എന്ന നിലക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ഇവർ പറഞ്ഞു, നിങ്ങളെ ദൈവത്തിന്, അതായത് നബിയെ, നിങ്ങൾ ആരാധിക്കുന്ന ആ ദൈവത്തിന് ഒരു കൊല്ലം ഞങ്ങൾ ആരാധിക്കാം, ഞങ്ങളുടെ ദൈവങ്ങളെ നീയും എന്ത് ചെയ്യണം, ഒരു കൊല്ലം ആരാധിക്കണം. അപ്പോ രണ്ടു കൂട്ടരും സമാസമായല്ലോ. ഞങ്ങളുടേതിനെ ഒരു കൊല്ലം നീയും ആരാധിക്കുക, നിന്റെ ദൈവത്തെ ഒരു വർഷം ഞങ്ങളും ആരാധിക്കാം. അപ്പൊ എന്തായി? നിന്റേതാണ് സത്യമെങ്കിൽ ഞങ്ങൾക്കും അതിൽ പങ്കായി, ഞങ്ങളും എന്തായി, ശരിയായ അള്ളാഹുവിനെ ആരാധിക്കുന്നവരായി. അതല്ല, ഞങ്ങളതാണ് സത്യമെങ്കിൽ നിനക്കും ഞങ്ങളതിൽ പങ്കുചേരാലോ. എങ്ങനെയുണ്ട് ഐഡിയ? അപ്പൊ ഇങ്ങനൊരു ഒത്തുതീർപ്പിന് വന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് ഈ പറയപ്പെട്ട ഖുറൈശികളെ ചില പ്രമുഖരായ ആളുകൾ. ഒരു ഒത്തുതീർപ്പ്, ഒരു കൊല്ലം നിങ്ങളതും പിന്നെ അടുത്തൊരു കൊല്ലം ഞങ്ങളതും, അങ്ങനെ തീരുമാനിക്കല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മഅദല്ലാഹ് അൻ ഉശ്രിക ബിഹി ഗൈറ, എന്താണ് ഈ പറയുന്നത്? അള്ളാഹുവിനോട് മറ്റുള്ള ആളുകളെ പങ്കു ചേർക്കാനോ എന്നാ പരിപാടിക്ക് കിട്ടൂല എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്മാറിയപ്പോൾ അവിടെയാണ് ഈ സൂറത്ത് അവതരിക്കുന്നതും. ഇത് അവതരിച്ചപ്പോൾ തങ്ങൾ എന്ത് ചെയ്തു? സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പോയി മസ്ജിദുൽ ഹറാമിൽ ചെന്നിട്ട്, അപ്പോൾ അവിടെ കുറേശ്ശികളിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അവിടെ ഉണ്ട്, അവിടെ പോയിട്ട് എല്ലാവരും കേൾക്കെ ഉറക്കണ്ട് ഓതി കൊടുത്തു, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, എന്നാ പണിക്ക് കിട്ടൂല, നിങ്ങൾ ആരാധിക്കാനോ ആ ഒത്തുതീർപ്പൊന്നും എൻ്റെ അടുത്ത് നടക്കൂല എന്നാണ് ഓതിക്കൊടുത്തപ്പോൾ ഇവർക്കൊക്കെ എന്തായി? പിന്നെ നിരാശയായി. പിന്നെ അതിനുശേഷമാണ് മറ്റുള്ള അക്രമങ്ങളുടെ വഴികളിലേക്ക് ഇവർ തിരിഞ്ഞു പോകുന്നത്. വേറെയും പല സമയത്തും ഒത്തുതീർപ്പിന് ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങളെ ദൈവങ്ങളെ മുഴുവൻ വേണ്ട, ഏതെങ്കിലും ചിലതിനെ നീ അംഗീകരിച്ചാൽ തന്നെ ഞങ്ങൾ നിന്നെ പിന്നെ വെറുതെ വിടാം, അല്ലെങ്കിൽ ഞങ്ങൾ നിന്റെ ഒപ്പം കൂടാ, ഞങ്ങൾ നിന്നെ വിശ്വസിക്കുക എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് സഹാബികൾ എപ്പോഴും പറയാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഒത്തുതീർപ്പുള്ള ശ്രമങ്ങൾ എന്തായിട്ടുണ്ട്? അവർ നടത്തി നോക്കിയിട്ടുണ്ട്. ഈ സമയത്താണ് ഈ സൂറയുടെ അവതരണം ഉണ്ടായത്. ഇതിന്റെ അവതരണ പശ്ചാത്തലം ഇങ്ങനെയാണ്. ഇൻഷാ അല്ലാഹ് സൂറയുടെ അർത്ഥവും അതിൻ്റെ വിശദീകരണങ്ങളും അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. സുബ്ഹാനകല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. നിങ്ങൾ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.